ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് ഫോർ ലഞ്ച് ബോക്സ്. അപ്പോൾ റൈസിന് ഉപ്പും എണ്ണയും ഇട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റി വെക്കുന്നുണ്ട്. ഊറ്റി വെച്ചതിന് ശേഷം അതിനൊന്ന് തണുപ്പിച്ചിട്ട് വെക്കണം. ബോൺലെസ് ചിക്കനിലേക്ക് മുളക്, മഞ്ഞൾ, ഉപ്പ്, വിനീഗർ ചേർത്ത് ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളി, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ആക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കുക്കായി കിട്ടുന്നവരെ 2-3 മിനിറ്റ്സ് ഒന്ന് കുക്കായി കിട്ടുന്നവരെ ഞങ്ങൾക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. 2-3 മിനിറ്റ്സിനുള്ളിൽ ഇതൊന്ന് കുക്കായി കുറച്ച് കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ കുക്കായി കിട്ടിയ വെജിറ്റബിൾ ഒന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 2 മുട്ടയ്ക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് ഞങ്ങൾക്കൊന്ന് ഈ ഫുള്ള് വെജിറ്റബിൾസിൻ്റെ അപ്പുറം ഈ മുട്ടയും ഫുള്ള് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനെ 1 മിനിറ്റ് മിക്സിയിലൊന്ന് ക്രഷാക്കി എടുത്തിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറും ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഇഡി റൈസിലേക്ക് ഞങ്ങൾക്ക് കിട്ടും. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസും ഒരു 2-3 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, ആ റൈസിനെ ഫുള്ള് ഇതിൽ ഇട്ടിട്ട് മിക്സാക്കിയാൽ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് റെഡിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒന്നും കൂടി ഇതിൽ ആഡ് ആക്കിയാൽ ഞങ്ങൾക്ക് ഈസിയായ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.